ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിലെ മഞ്ചാടി വാരലിനു പിന്നിലെ കഥ കേൾക്കാം. ഭക്തയും ഭഗവാനും തമ്മിലുള്ള തീവ്ര ബന്ധമാണ് ഗുരുവായൂർ അമ്പലനടയിലെ മഞ്ചാടി വാരലിനു പിന്നിലെ കഥ. ഗുരുവായൂർ കണ്ണൻ്റെ തിരുനടയിലെത്തിയാൽ മഞ്ചാടി വാരുന്ന ഒരു ചടങ്ങുണ്ട്. മഞ്ചാടിക്കുരു നിറച്ച വാർപ്പിൽ പണം വെച്ചിട്ട് 3 തവണ മഞ്ചാടിക്കുരു വാരുന്ന ഈ വഴിപാട് കൂടുതലായും കുട്ടികളാണ് ചെയ്യാറുള്ളതെങ്കിലും മുതിർന്നവരും ഈ ചടങ്ങ് അനുഷ്ഠിച്ചു വരുന്നു. കുട്ടികൾക്ക് മഞ്ചാടി വാരൽ കുസൃതി കാട്ടാനുള്ള ഒരു അവസരം കൂടിയാണ്. യഥേഷ്ടം വാരിക്കളിക്കാൻ ഗുരുവായൂർ കണ്ണൻ്റെ മഞ്ചാടിക്കുരുക്കൾ ഭക്തരെ കാത്തിരിക്കുന്നു. എന്നുള്ളപ്പോഴും അമ്പാടിക്കണ്ണൻ്റെ ഒരൊറ്റ മഞ്ചാടിക്കുരു പോലും വാർപ്പിൽ നിന്നും ആരും സ്വന്തമാക്കാൻ പാടില്ല എന്നതാണ് ചിട്ട. താഴെ വീഴുന്നത് എടുക്കുന്നതിൽ വിലക്കില്ല. കൃഷ്ണന് മഞ്ചാടിക്കുരു പ്രിയമുള്ളതാകാൻ കാരണമുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കൃഷ്ണഭക്തയായ ഒരു സാധു സ്ത്രീക്ക് ഗുരുവായൂരിലെത്തി കണ്ണനെ കൺകുളിർക്കെ കണ്ടു തൊഴാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ഒന്ന് കാണാനായി മനസ്സ് കൊതിച്ച അവർക്ക് സാഹചര്യങ്ങൾ പക്ഷേ അനുകൂലമായിരുന്നില്ല. പോകാൻ പരിചയമില്ലാത്ത സ്ഥലം, കൊണ്ടുപോകാനും ആരുമില്ല. എങ്കിലും ഭക്തി കൊണ്ട് അവർ തൻ്റെ പ്രതീക്ഷയെ കാത്തു സൂക്ഷിച്ചു. കൃഷ്ണൻ മാത്രം മനസ്സിൽ നിറഞ്ഞു നിന്ന അവർക്ക് കണ്ണനെ കാണുമ്പോൾ എന്തു നൽകണം എന്ന കാര്യത്തിൽ ഒരു ധാരണയും ഇല്ലായിരുന്നു. കയ്യിലാണെങ്കിൽ ധനം തീരെയില്ല താനും. കണ്ണനു കാണിക്ക നൽകാൻ പറ്റിയത് എന്തെന്ന ആലോചന കൂടെ ഉള്ളതിനാൽ കാണുന്ന ഓരോന്നിലും ഏറ്റവും പറ്റിയതെന്തെന്ന ചിന്തയോടെയാണ് ദിനങ്ങൾ കഴിച്ചത്. നടവഴിയൊന്നിൽ ഭംഗി തൂവിക്കൊണ്ട് നിൽക്കുന്ന മഞ്ചാടി മരത്തിൻ്റെ കടും ചുവപ്പു മണികളെ ആദ്യമായി കണ്ട നാൾ മുതൽ കണ്ണൻ നൽകാൻ നല്ലത് മഞ്ചാടി മണികളുടെ ഈ ചേലു തന്നെ എന്നുറപ്പിച്ച് സ്ത്രീ അവ പെറുക്കി സൂക്ഷിച്ചു. അമൂല്യ രത്നങ്ങളെ പരിപാലിക്കും പോലെ അവൾ മഞ്ചാടിക്കുരു തൂത്തുമിനുക്കി ഒരു സഞ്ചിയിലാക്കി. ഭൂമിയിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ വസ്തുവിനെ കാത്തു സൂക്ഷിച്ച് അവയുടെ ഭംഗി കണ്ട് മനം നിറഞ്ഞ് ആ കൃഷ്ണഭക്ത ദിനങ്ങൾ എണ്ണി കാലം കഴിച്ചു. കാശിന് വിലയില്ലാത്ത മഞ്ചാടിക്കുരു വാരിക്കൊണ്ടുപോയി ഭഗവാന് കൊടുക്കാൻ ഒരുങ്ങുന്ന സ്ത്രീയുടെ പൊട്ടത്തരം പറഞ്ഞ ആളുകൾ അവളെ കളിയാക്കി. എന്നാൽ അവൾക്ക് യാതൊന്നും തോന്നിയില്ല. കണ്ണനെ ഒന്ന് കാണണം, മഞ്ചാടി മണികൾ അർപ്പിക്കണം. കണ്ണൻ മഞ്ചാടി മണികൾ കാണുന്ന ദിനങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ അപമാനങ്ങൾ അവളിൽ നിന്നും മാറിപ്പോയി. 1 വർഷം കടന്നുപോയി. നിധി പോലെ കൂട്ടിവെച്ച മഞ്ചാടി മണികളെ അവൾ ഒരു സഞ്ചിയിലേക്ക് നിറച്ചു. രാത്രിയിൽ മാറോടടക്കിയ മഞ്ചാടി മണികൾക്ക് ഒപ്പം അവൾ കിടന്നുറങ്ങി. നേരം വെളുക്കും മുമ്പേ കുന്നും മുകളിലെ വീട് വിട്ടിറങ്ങി ഗുരുവായൂർ ലക്ഷ്യമാക്കി നടന്നു. ഏതു വഴി, എങ്ങോട്ട്, ആരുണ്ട് തുണ എന്നൊന്നും അറിയില്ല. എങ്കിലും കാലുകൾ നയിച്ചിടത്തേക്ക് അവൾ നടന്നു. കാടും പുഴയും താണ്ടിയുള്ള അവളുടെ യാത്രക്കിടയിൽ പലരും അവളെ പരിഹസിച്ചു. ചിലർ ഉപദേശിച്ചു ഈ ഭ്രാന്ത് നിർത്തി തിരികെ പോകാൻ. പക്ഷെ ഒന്നും അവൾ ഉള്ളിലേക്കെടുത്തില്ല. ഒരു ലക്ഷ്യം മാത്രം, ഗുരുവായൂരപ്പൻ. മനസ്സിലൂന്നി നടക്കുമ്പോഴും പകലത്തെ നിർത്താതെയുള്ള യാത്രകൾ അവളുടെ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പുലർച്ചെയായാൽ മുട്ടുവേദനയോടുകൂടി എഴുന്നേറ്റ് യാത്ര തുടരുന്ന അവൾ രാത്രിയോടെ വഴിയരികിൽ എവിടെയെങ്കിലും തളർന്നു വീഴും. അപ്പോഴും ചുണ്ടിൽ അവൾ ഒരു പുഞ്ചിരി കരുതി വച്ചിരിക്കും. കണ്ണനോടുള്ള അവളുടെ ഭക്തിയും വിശ്വാസവും അത്രത്തോളം വലുതായിരുന്നു. കണ്ണുകളിൽ സ്വപ്നവുമായുള്ള ആ യാത്ര 44 ദിനങ്ങൾ തുടർന്നു. ശരീരത്തെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവൾ. വഴിയറിയാതെ തെരുവുകളിൽ അലഞ്ഞു. ഇനി കഴിയില്ല, ഒരടി പോലും വെക്കാനെന്ന ശരീരത്തിൻ്റെ മുന്നറിയിപ്പും അതിജീവിച്ച് ഒടുവിൽ അവളത് കണ്ടെത്തി.
ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്കുള്ള വഴിയിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന സത്യം സ്വപ്നം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഇഷ്ടദേവനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവൾ മുന്നോട്ടു പോയി. അപ്പോഴാണ് അവളിലെ പാതി തളർന്ന ശരീരത്തിലേക്കും ഇന്ദ്രിയങ്ങളിലേക്കും ആരുടെയൊക്കെയോ വാക്കുകൾ വന്നു വീണത്. ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് 1-ാം തീയതിയാണ്. ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ നാടുവാഴി മുടക്കം വരുത്താതെ കണ്ണനെ കാണാൻ വരുന്ന ദിനം. കണ്ണനോടുള്ള ഭക്തി കൊണ്ട് ആനയെ നടക്കിരുത്താനാണ് നാടുവാഴിയുടെ വരവ്. മഞ്ചാടിക്കുരുവും മാറിലടക്കി നടന്നു വന്ന ഭക്തയായ സ്ത്രീ ഇതെല്ലാം കേട്ട് പതിയെ നടന്നു. ആഘോഷങ്ങളും ആർഭാടവും ഒന്നും അവൾക്ക് കണ്ണനോടുള്ള ഭക്തിയോളം വരില്ലല്ലോ. ഈ സമയം ഗുരുവായൂർ നടയിൽ അന്തരീക്ഷം മാറി തുടങ്ങി. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അഹങ്കാരവും ഗർവും പ്രകടമാകാൻ തുടങ്ങി. വഴിക്കച്ചവടക്കാരെന്നോ ഭക്തരെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും നാടുവാഴിയുടെ കാവൽക്കാരും സഹായികളും ചേർന്ന് ആട്ടിയോടിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെപ്പോലും നാടുവാഴിയുടെ ആൾക്കാർ ആട്ടിയൊതുക്കുന്ന സമയത്താണ് മാറിൽ ചേർത്തു പിടിച്ച മഞ്ചാടി സഞ്ചിയുമായി ഭക്തയായ സ്ത്രീ ഗുരുവായൂരപ്പനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത്. ഉന്തലും തള്ളലും ആക്രോശങ്ങൾക്കും ഇടയിൽപ്പെട്ടപ്പോഴും മാറിലടക്കിയ മഞ്ചാടി മണികൾ അമൂല്യനിധി എന്നോണം അവൾ താഴെ വീഴാതെ മുറുകെ പിടിച്ചു. തളർന്ന അവശയായ ആ സ്ത്രീ രൂപത്തെ കണ്ടപ്പോൾ നാടുവാഴിയുടെ സഹായികൾ അവളെ പരിഹസിച്ചു, കളിയാക്കി, ഒടുവിൽ ഉന്തി പുറത്താക്കുകയും ചെയ്തു. അത്ര നേരവും താഴെ വീഴാതെ ജീവനേക്കാൾ ഏറെ കാത്തു സൂക്ഷിച്ചിരുന്ന അവളുടെ ഭക്തിയുടെ ആ മരതകമണികൾ ശക്തിയറ്റ ആ കൈകളിൽ നിന്നും ഊർന്നു താഴേക്ക് വീണു. ആ മഞ്ചാടി മണികളെ അവൾ കാത്തു സൂക്ഷിച്ചതിൻ്റെ കരളുരുക്കം അറിയാത്തവർ അവളെ കടന്നുപോയി. ശരീരത്തിൻ്റെ ബലത്തിലല്ല, ഭക്തിയുടെ ബലത്തിലാണ് അവൾ കണ്ണനെ കാണാനെത്തിയത്. കാത്തു സൂക്ഷിച്ച സ്വപ്നം കണ്ണൻ്റെ തിരുനടയിലെ തറയിൽ വീണു ചിതറി. ആ മഞ്ചാടി മണികളിലേക്ക് മനസ്സുരുകിയതുപോലെ അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു നീർത്തുള്ളി വീണ് ചിതറി. കണ്ണന് കാണിക്ക നൽകാൻ കഴിയാതിരുന്ന ആ മഞ്ചാടി മണികൾക്കൊപ്പം ഒരു നീർമണി കൂടി അവളേകി. ഭക്തിയുടെ കണ്ണുനീർ വീണ നടയിൽ ഒരു ചിഹ്നം വിളി മുഴങ്ങി. നാടുവാഴിയുടെ ആന ഇടഞ്ഞു. കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത ആനയെ കണ്ട് ജനക്കൂട്ടം വിരണ്ടോടി. അന്തരീക്ഷം ഭയാനകമായപ്പോൾ നാടുവാഴി ആപൽ ബാന്ധവനായ കൃഷ്ണനെ വിളിച്ചപേക്ഷിച്ചു. ശ്രീകോവിലിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി, എവിടെ എൻ്റെ മഞ്ചാടി മണികൾ? എവിടെ എന്നെ തേടിയെത്തിയ എൻ്റെ ഭക്ത? എന്നെ തേടിയെത്തിയ അവളെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? എന്നെ മാത്രം നനച്ച് മാറോട് ചേർത്ത് അവൾ എത്തിച്ച എനിക്കായുള്ള സമ്മാനം എവിടെ? മഞ്ചാടിക്കുരുവുമായി കണ്ണനെ തേടിയെത്തിയ സ്ത്രീയോട് ആളുകൾ മാപ്പിരന്നു. തൂവിപ്പോയ മഞ്ചാടി മണികൾ ശേഖരിച്ച് ഭക്തയായ സ്ത്രീയെയും കൂട്ടി ശ്രീകോവിലിന് മുന്നിലെത്തിച്ചപ്പോഴേക്കും വിരണ്ട ആന കലിയടങ്ങി ശാന്തനായി. ആ പരമഭക്തയുടെ അർപ്പണവും ഭഗവാന് അവരോടുള്ള സ്നേഹവും കണ്ടറിഞ്ഞവർ ആ മഞ്ചാടി മണികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഓട്ടുരുളിയിൽ ഒരു നിധി എന്നോണം സൂക്ഷിച്ചു. ഇന്നും ആ മഞ്ചാടി മണികൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യത്തിൻ്റെ അടയാളമെന്നോണം ക്ഷേത്രത്തിനുള്ളിലുണ്ട്. കേരളത്തിലെ മിക്ക കൃഷ്ണക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന ഒരു ചടങ്ങാണ് മഞ്ചാടി വാരൽ. ഗുരുവായൂർ കണ്ണൻ്റെ മുന്നിൽ മഞ്ചാടി വാരിയാൽ കുട്ടികൾ കുസൃതികളാകും എന്നും വിശ്വാസമുണ്ട്. കുട്ടികൾ കൃഷ്ണനെ പോലെ കുസൃതികളാകാനും ചുറുചുറുക്കില്ലാത്ത കുട്ടികളെ കുറുമ്പന്മാരാക്കാനും വേണ്ടിയും മഞ്ചാടി വാരൽ ചടങ്ങ് നടത്തി വരുന്നു. 3 തവണ മഞ്ചാടി വാരുന്നതിലൂടെ ത്വക്ക് രോഗങ്ങൾ മാറുമെന്നും ഒരു വിശ്വാസമുണ്ട്.
ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.